പരിസ്ഥിതി സംരക്ഷണവാദം ഉന്നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും രസകരമായുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഇവരാരും തന്നെ ഈ വനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പാരിസ്ഥിതികമായിട്ടുള്ള പഠനം നടത്തുകയോ അല്ലെങ്കിൽ ആ മേഖലയിൽ അറിവ് നേടുകയോ ചെയ്ത ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും ഇവർ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞത് റൊമാൻറ്റിസൈസ് ചെയ്ത് കഥകളും കവിതകളൊക്കെ എഴുതി. പിന്നെ കേരളത്തിലൊരു കവി തന്നെ കേരളത്തിൽ ആകാശം കാണാനില്ല, അത് തമിഴ്നാട്ടിൽ പോയി നോക്കിയപ്പോഴാണ് ആകാശം കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറിപ്പ് എഴുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഈ പറയുന്ന വന്യജീവി കടന്നുകയറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് പരിഹരിക്കാൻ നമുക്ക് ഈ പറയുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്ത് ഈ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഈ എന്താണ് ഫുഡ് ചെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന സംഗതി വെച്ച് ആലോചിച്ചാൽ തന്നെ ഈ പറയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇതിന് വലിയ ഫോറസ്ട്രി ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നും. ഏതെങ്കിലും ഈ ആഹാര വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു കണ്ണ് അമിതമായി പെറ്റുവരികയാണെങ്കിൽ തന്നെ ഇത് ഇംബാലൻസ്ഡ് ആവും. അതായത് ഇപ്പോൾ ഒരു പ്രദേശത്ത് മാനുകൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരിക, മാനുകൾ അവിടെയുള്ള ഈ താഴെ പുൽച്ചെടി പോലെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും മാനുകൾ ഉയരത്തിലുള്ള ഭക്ഷണം കഴിക്കും. അപ്പൊ അത് മൊത്തം അത് തിന്ന് തീർക്കുകയാണെങ്കിൽ പുതുതായി വളർന്നു വരുന്ന മരത്തിന്റെ തൈകൾ ഉൾപ്പെടെ തിന്നു തീർക്കും. ആ പ്രദേശം തരിശായി. അങ്ങനെ തരിശായി പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പുതിയ ജീവികൾ അവിടെ വരാണ്ടാവും. ഈ പറയുന്ന മാനുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഇത് വെല്ലുവിളിയായിട്ട് മാറുക. പിന്നെ അത് കൂടാതെ നമുക്കറിയാം ഈ പറയുന്ന ടൈഗർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ എണ്ണം കൂടുമ്പോൾ അതിന്റെ എണ്ണം വർദ്ധിക്കും. ഇത്തരത്തിൽ ഇത് മൊത്തത്തിലൊരു ഇതിന്റെ ബാലൻസ് തെറ്റുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പൊ അതിനകത്ത് പിന്നെ എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.